അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ അഖീദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപം കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. നമുക്ക് നോക്കാം ചോദ്യങ്ങൾ. ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ വാചകങ്ങളുമായി ചേർത്ത് ഒറ്റ വാചകമാക്കി ശരിപ്പെടുത്തുക എന്നതാണ്. നമുക്ക് നോക്കാം. ചോദ്യം 1. ഈജിപ്ത് ഗവർണർ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈജിപ്ത് ഗവർണർ അംറു ബിനു അൽ ആസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 2. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഇന്ന ശിർക ലളുൽമുൻ അലീം. ചോദ്യം 3. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ചോദ്യം 4. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം 5. പ്രവാചകന്മാരുടെ മോചിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. പ്രവാചകന്മാരുടെ മോചിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. നമുക്ക് നോക്കാം. ചോദ്യം 1. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാ. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാ. ചോദ്യം 2. വ ഇൻ കാന അല്ലാഹു യുജിരീക്കി ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജിരിയക്കി. വ ഇൻ കാന അല്ലാഹു യുജിരീക്കി ഫഅസ്അലുല്ലാഹുൽ വാഹിദൽ ഖഹാർ അൻ യുജിരിയക്കി. ചോദ്യം 3. ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയത്. ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയത്. ചോദ്യം 4. അള്ളാഹു ദാത്തിലും അഫ്ആലിലും സിഫാത്തിലും ഏകനാണ്. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ചോദ്യം 5. അംബിയാ, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സൽവൃത്തരുമാണ്. അംബിയാ, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സൽവൃത്തരുമാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. അംബിയ മുർസലുകൾ ഇതെന്താണ്? വ്യക്തമാക്കാം. അംബിയ മുർസലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമാക്കാം. ഉത്തരം: അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ചോദ്യം 2. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം: അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് എന്നതിന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ചോദ്യം 3. കറാമത്ത് എന്നാൽ എന്താണ്? ഉത്തരം: ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ചോദ്യം 4. ഔലിയാക്കൾ ആരാണ്? ഔലിയാക്കൾ നോക്കാം. അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിലും മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും
സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. മാജിക്കും മോയിജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാജിക്കും മോയിജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം: മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. മോയിജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാനാവൂ. മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. മോയിജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാനാവൂ. ചോദ്യം 2. അള്ളാഹു ശിക്ഷ നൽകും ആർക്ക്? ഉത്തരം: അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. ചോദ്യം 3. കട്ടിലിൽ കിടക്കുന്ന ആ മയ്യിത്തിനോട് ഈസാ നബി അലൈഹി സ്വലാം എന്താണ് പറഞ്ഞത്? കട്ടിലിൽ കിടക്കുന്ന ആ മയ്യിത്തിനോട് ഈസാ നബി അലൈഹി സ്വലാം എന്താണ് പറഞ്ഞത്? ഉത്തരം: അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നീ എഴുന്നേൽക്കൂ. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നീ എഴുന്നേൽക്കൂ. ചോദ്യം 4. മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്ന വടി താഴെ ഇട്ടാൽ എന്താകും? മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്ന വടി താഴെ ഇട്ടാൽ എന്താകും? ഉത്തരം: സർപ്പമായി മാറും. ഉത്തരം: സർപ്പമായി മാറും. ചോദ്യം 5. ശിർക്ക് എന്നാൽ എന്ത്? ഉത്തരം: അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ശിർക്ക്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ശിർക്ക്. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോയിജിസത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോയിജിസത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതാം. ഉത്തരം: ഇസ്രാ, മിഅ്റാജ് യാത്ര, ചന്ദ്രൻ പിളർന്നു, കൈവിരലുകളിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ സംസാരിച്ചത്. ഇവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. ഇതിൽ നിന്ന് 3 എണ്ണം എഴുതുക. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രപരമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.